ആ കണ്ടെയ്നറുകളിലുള്ളത് എന്താണെന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഏതാണ്ട് 24ഓളം ജീവനക്കാർ, അതിൽ ഒരാൾ റഷ്യക്കാരനാണ്, അയാളാണ് ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ. 20 ഫിലിപ്പീനികളുണ്ട്, 2 യുക്രൈൻകാരും 2 ജോർജിയക്കാരുമുണ്ട്. ഇവരെ കൃത്യമായി എത്തിച്ച് അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ കണ്ടെയ്നറിലുള്ളത് എന്താണെന്നുള്ളത് കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ. സാധാരണ കപ്പലിൽ ചരക്ക് അയക്കുമ്പോൾ ചരക്ക് അയക്കുന്നയാളും ഇങ്ങേ അറ്റത്ത് അത് സ്വീകരിക്കുന്നയാളും കൃത്യമായി അത് എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. എന്നിരുന്നാലും ഈ കപ്പൽ ജീവനക്കാരുടെ ഒരു മൊഴിയും കൂടി കിട്ടേണ്ടതുണ്ട് ഈ കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, വലിയൊരു തരത്തിലുള്ളൊരു ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. കാരണം അത്തരത്തിലാണ് പ്രചരണം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ അടുത്തേക്ക് പോകരുത്, തുടരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ തന്നെ അധികൃതരെ അറിയിക്കണം എന്ന തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഭീതി, ആശങ്ക ഇത് സംബന്ധിച്ച് അധികൃതർ തന്നെ നാട്ടുകാർക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു സംശയമുണ്ട്, എന്താണ് ഈ കണ്ടെയ്നറുകളിലുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള രാസവസ്തുക്കളാണോ, ഏതെങ്കിലും ആണവ മാലിന്യമാണോ, ഏതെങ്കിലും കെമിക്കൽ വേസ്റ്റ് ആണോ എന്ന് തുടങ്ങിയ തരത്തിലുള്ള ആശങ്കകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആ പ്രചാരണത്തിൽ കുറേയൊക്കെ നമുക്കും എന്തൊക്കെയോ ഉണ്ട് എന്ന തരത്തിൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തര തരത്തിൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അധികൃതർക്ക് പോലും കൃത്യമായ വിവരമില്ല. അത് സംബന്ധിച്ചുള്ള കിംവദന്തികളും അല്ലാണ്ട് രീതിയിൽ പ്രചരിക്കുന്നു. ആളുകൾക്കിടയിൽ ആശങ്ക വർദ്ധിക്കുന്നതനുസരിച്ച് മുന്നറിയിപ്പുകളും കൊടുക്കുന്നു. അതിൻ്റെ അടുത്തേക്ക് പോകരുത്, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു, അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദുരൂഹമായ എന്തോ ചരക്ക് ആ കപ്പലിലുണ്ട് എന്ന തരത്തിൽ നമുക്കും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.